2025 മെയ് 4-ാം തീയതി ദുബായ് കരാമയിൽ സുഹൃത്തിനാൽ കൊല്ലപ്പെട്ട ആനിമോൾ ഗിൽഡ അവരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ദാരുണമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്ന കഥ തുടരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. അബുദാബിയിലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓഫീസ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന അബിൻ എന്ന ചെറുപ്പക്കാരൻ ബോണക്കാട്, അതായത് തിരുവനന്തപുരം ബോണക്കാട് സ്വദേശിയായിട്ടുള്ള ഈ ആനിമോളെ പരിചയപ്പെടുകയാണ് ഇൻസ്റ്റാഗ്രാം വഴി. ഇവർ തമ്മിൽ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആവുന്നു. എന്നാൽ നിർധന കുടുംബത്തിൽപ്പെട്ടിട്ട് ആനിമോൾക്ക് ഒരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ട് ഈ സുഹൃത്തായിട്ടുള്ള അബിൻ ലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അയാൾ ഈ പെൺകുട്ടിയെ അബുദാബിയിലോട്ട് എത്തിക്കുകയാണ്. ഇവിടെ രണ്ടുപേരും വിവാഹം കഴിക്കാണ്ട് ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ച് വരികയായിരുന്നു. ഇവിടെ എല്ലായിടത്തും ഭാര്യയും ഭർത്താവുമാണ് എന്നുള്ള രീതിയിൽ അവരങ്ങനെ ഒന്നിച്ച് താമസിച്ച് വരികയായിരുന്നു. ഏകദേശം ഒരു വർഷത്തോളം ഈ ആനിമോൾ ഗിൽഡയും അബിൻ ലാലും ഒരുമിച്ച് അബുദാബിയിൽ ഒരേ റൂമിൽ താമസിച്ച് വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആനിമോൾക്ക് ദുബായ് കരാമ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ജോലി കിട്ടി അവിടേക്ക് താമസം മാറ്റേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഈ അബിൻ ലാൽ തന്നെയാണ് ഇവർക്ക് താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത്. കരാമ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അതേ വൈബുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ കൂടുതലും തിങ്ങി താമസിക്കുന്നത് മലയാളികൾ തന്നെയാണ്. മലയാളി കുടുംബങ്ങൾ, അതുപോലെ മലയാളി കടകൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കരാമ എന്ന് പറയുന്ന സ്ഥലം. അവിടേക്ക് ആനി താമസം മാറുകയും ചെയ്തു, ജോലി സ്ഥലത്ത് പ്രവേശിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അബിൻ ലാലും തിരിച്ച് അബുദാബിയിലിട്ട് അയാളുടെ ജോലി സ്ഥലത്തിട്ട് പോവുകയും ചെയ്തു. ആഴ്ചയിൽ ഒരിക്കലേക്ക് ഈ ആനിയെ കാണാൻ ഇയാൾ നിരന്തരം വരുമായിരുന്നു. അതുപോലെ ഫോണിലൂടെ ഇവർ തമ്മിലുള്ള ആ കോണ്ടാക്ട്സ് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ രണ്ടാളും രണ്ട് സ്ഥലത്ത് താമസിച്ച് വരികെ ആനിമോൾക്ക് പതിയെ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലാണ്ടായി. അവൾ പതിയെ റിലേഷൻഷിപ്പിൽ നിന്ന് പതിയെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അതിനുവേണ്ടി അബിൻ ലാലിൻ്റെ അടുത്തൊരു കള്ളമൊക്കെ പറഞ്ഞു, ഇതുപോലെ വീട്ടിൽ വിവാഹ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് പതിയെ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ആനിമോൾ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ഈ അബിൻ ലാലിനാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒട്ടും പിന്നോട്ട് മാറാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ടോക്സിക് റിലേഷൻ ആണെന്നൊക്കെയാണ് കൂട്ടുകാരി എടുത്ത് ഈ പറയുന്ന അബിൻ ലാലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും രണ്ടുപേരും ആ റിലേഷൻ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് എപ്പോഴേലൊക്കെ മെസ്സേജ് അയക്കും, ചിലപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കും, ചിലപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ആ ഒരു രീതിയിൽ ഒരു അസ്വാരസ്യത്തിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പതിവ് പോലെ തന്നെ ആഴ്ചയിൽ പതിവായിട്ട് ഈ ആനിമോളെ കാണാൻ വരാറുള്ളത് പോലെ തന്നെ അബിൻ ലാൽ വരികയും അവർ തമ്മിൽ എന്തൊക്കെയോ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഈ ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അബിൻ ലാലും ആനിമോളും തമ്മിൽ എന്തോ സൗന്ദര്യ പിണക്കം ഉണ്ടാവുകയും രണ്ടുപേരും റൂമിലേക്ക് ചെന്ന് വാതിലടക്കുകയും ചെയ്തു. കുറച്ചു നേരത്തിന് ശേഷം ആനിമോളുടെ കരയുന്ന ശബ്ദമാണ് കൂട്ടുകാരികൾ കേട്ടത്. അവരെ ഓടിച്ചെന്ന് കതക് തുറക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന അബിൻ ലാൽ പുറത്തോട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ കൂട്ടുകാരികൾ കണ്ട രംഗം എന്ന് പറയുന്നത് ആനിമോള് കത്തി കൊണ്ട് കുത്തേറ്റ് നിലത്ത് കിടന്ന് പിടയുന്നതാണ്. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന വഴി തന്നെ ആനിമോള് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയ അബിൻ ലാൽ കൂട്ടുകാരെ വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. എയർപോർട്ട് വഴി രക്ഷപ്പെടാൻ ശ്രമിച്ച അബിൻ ലാലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ദുബായിൽ ഇതുപോലെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ലിവിംഗ് റിലേഷൻഷിപ്പ് നടത്തുന്നത് വലിയ തെറ്റായിട്ടൊന്നും ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നൊന്നുമില്ല. എന്തെങ്കിലും ഇതുപോലെ വിഷയങ്ങൾ വരുമ്പോഴാണ് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. പൊതുവെ അവിഹിതം അല്ലെങ്കിൽ ഇതുപോലുള്ള ലിവിംഗ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള ക്രൈമുകളിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതാണ് ആനിമോൾ ഗിൽഡ എന്ന യുവതിക്ക് സംഭവിച്ചത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ